പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനം ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മൊഴികളുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ വചനധ്യാനം ഇതിലൂടെ നിങ്ങളിലേക്ക് ഞാൻ പകരുന്ന സന്ദേശം ആത്മീയവർദ്ധനവിനും ദൈവരാജ്യത്തിനും സ്തുതിക്കും കർത്താവിൻ്റെ മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് തെളിച്ചു തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, സ്ക്രീനിന് മുമ്പിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതപ്പെട്ട അതേ ആത്മമണ്ഡലത്തിൽ ഈ വചനം ഞങ്ങളുടെ പരമാർത്ഥ മനസ്സുകളിൽ ജീവനായി ചൈതന്യമായി ആവരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മാ ദേഹാദേഹി മണ്ഡലങ്ങളിൽ ആഴെ ഇത് തുളച്ചു ചെല്ലട്ടെ. രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഞങ്ങൾക്കെതിരെ വാദഗതികൾ ഉയർത്തുന്ന ആത്മമണ്ഡലത്തിലെ എല്ലാ ഇരുളിൻ്റെ ശക്തികളും തച്ചുടയപ്പെടുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിനകത്തളത്തിൽ ദൈവവചനത്തിന് ബോധ്യം ലഭിപ്പാൻ, ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചു നിൽപ്പാൻ, വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ ഉയർത്തണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ചിന്തകൾക്ക് ആധാരമായി ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നു. 19-ാം അധ്യായം അതിൻ്റെ 28-30 വാക്യങ്ങൾ ചിന്തകൾക്ക് ആധാരമായി ഞാൻ വായിക്കുകയാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 28 and 30. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്നു യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 30-ാം വാക്യം, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ ക്രൂശിലെ മൊഴികളുമായി ബന്ധപ്പെട്ട് 7 തിരുമൊഴികൾ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാൻ ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ മൊഴികളുമായി ബന്ധപ്പെട്ട നല്ല ഗ്രാഹ്യം ലഭിക്കാനിടയായിത്തീരും. ഞാൻ ആ ക്രമത്തിൽ മൊഴികളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് യേശുവിൻ്റെ മൊഴികളിൽ 3 ദൈവത്തോടായിരുന്നു. അത് 1-ാമത്തെ മൊഴിയും 4-ാമത്തെ മൊഴിയും 7-ാമത്തെ മൊഴിയും. 2-ാമത്തെ മൊഴി യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് കള്ളനോടാണ് പറഞ്ഞത്. 3-ാമത്തെ മൊഴി അമ്മയോടും യോഹന്നാനോടുമായിരുന്നു. 5-ാമത്തെ മൊഴി എല്ലാവരോടും കൂടി ആയിരുന്നു. 6-ാമത്തെ മൊഴി ലോകത്തോടായിരുന്നു. ഞാൻ യേശുവിൻ്റെ ക്രൂശിലെ മൊഴികളുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഇതിൻ്റെ ഓർഡറിൽ യേശുവിൻ്റെ ക്രൂശിലെ 7 മൊഴികൾ ദൈവവചനത്തിൻ്റെ റെഫറൻസോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുകയുണ്ടായി, യേശു ക്രൂശിൽ അവസാനമായി വിളിച്ചു പറഞ്ഞ 7 മൊഴികളിൽ 3 പിതാവാം ദൈവത്തോടായിരുന്നു. ആദ്യത്തെ മൊഴി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുകയുണ്ടായത്, ദൈവത്തോടായിരുന്നു, പിതാവിനോടായിരുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായതുകൊണ്ട് ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിന് 2-ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 23-43 വാക്യത്തിൽ കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. 3-ാമത്തെ മൊഴി യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. തൻ്റെ പ്രിയനായ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. 4-ാമത്തെ മൊഴി പിതാവാം ദൈവത്തോടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-46 മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. നമുക്ക് യേശുവിൻ്റെ പിതാവിനോട് പറഞ്ഞ അതേ ഭാഷയിൽ എലി എലി ലമ്മ ശബത്താനി, ആ പദം നമുക്ക് വളരെ സുപരിചിതമാണ്. കർത്താവിൻ്റെ 5-ാമത്തെ മൊഴി യോഹന്നാൻ്റെ സുവിശേഷം 19-28 വാക്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്നതായിരുന്നു. യേശു കർത്താവിൻ്റെ എല്ലാവരോടുമായിട്ടുള്ള 6-ാമത്തെ മൊഴി യോഹന്നാൻ 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ തെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി എന്ന പദങ്ങളായിരുന്നു. യേശുവിൻ്റെ അവസാനത്തെ മൊഴി പിതാവാം ദൈവത്തോട് ലൂക്കോസ് തൻ്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി, പിതാവേ, എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു.
ഞാൻ ഈ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഒരു പ്രധാന കാരണമുണ്ട്. അതിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാശനം തന്ന പ്രധാനപ്പെട്ട വസ്തുത യേശുവിൻ്റെ ലോകത്തിൽ എല്ലാവരോടുമായിട്ടുള്ള 6ാമത്തെ മൊഴിയുമായി ബന്ധപ്പെട്ടതാണ്. അത് യോഹന്നാൻ 19:30 നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് സകലവും നിവർത്തിയായി എന്ന മൊഴിയായിരുന്നു. ഞാൻ ചില വാക്യങ്ങൾ ഇതിൽ ആധാരമായി ചേർന്ന് വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറയുകയുണ്ടായി. 27-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം തന്നെ ഇതിൻ്റെ 50-ാം വാക്യത്തിൽ വചനം പറയുന്നു, യേശുവിനെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം മർക്കോസും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 37-ാമത്തെ വാക്യത്തിൽ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23-ാം അധ്യായം നേരത്തെ നാം വായിക്കുകയുണ്ടായി. അതിൻ്റെ 46-ാം വാക്യം, യേശു അത്യുച്ചത്തിൽ പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. ദൈവമക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. നേരത്തെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ ശരീരത്തെ ഏറ്റ അടിക്കോ, അവൻ്റെ തലയിൽ ആഞ്ഞടിക്കപ്പെട്ട മുൾക്കിരീടത്തിനോ, അവൻ്റെ വിലാപ്പുറത്തൊരു പടയാളി ആഞ്ഞുകുത്തിയ കുന്തത്തിൻ്റെ പരിക്കേറ്റോ, അതിൽ നിന്ന് പുറപ്പെട്ട് വെള്ളവും രക്തവും വരികയുണ്ടായി. ദീർഘമണിക്കൂറുകൾ യേശു യഹൂദ പടയാളികളാൽ, റോമൻ പടയാളികളാൽ, യഹൂദ പരീക്ഷകളാൽ നിരന്തരമായി ഉപദ്രവിക്കപ്പെട്ടു. ഇതൊന്നും യേശുവിനെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമാകത്തക്ക നിലയിലേക്ക് കൊണ്ടുവരുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഈ വചനമെല്ലാം പറയുന്നു, യേശുവിനെ കൊല്ലാൻ ആർക്കും പറ്റുന്നതല്ലായിരുന്നു. കാരണം യേശു അടിയേറ്റല്ല മരിച്ചത്, അങ്ങനെ കൊല്ലാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. യേശുവിനേറ്റ മുറിവുകളിൽ രക്തം വാർന്നിട്ടും യേശു മരിച്ചിട്ടില്ല. യേശു സ്വയമേവ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാ ചെയ്തു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശുവിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല, യേശുവിൻ്റെ മരണം ഒരു ആത്മഹത്യ ആയിരുന്നില്ല, യേശുവിൻ്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു, യേശുവിൻ്റെ മരണം നമുക്ക് പകരമായുള്ള മരണമായിരുന്നു. അതാണ് 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, യേശു നമ്മുടെ പാപങ്ങളെ അവൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ നമ്മെ അവൻ സൗഖ്യം വരുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനും യേശു നമുക്ക് പകരമായി മരിക്കുകയുണ്ടായി, നാം മരിക്കേണ്ട സ്ഥാനത്ത്. അതുകൊണ്ടാണ് പുതിയ നിയമം പ്രവൃത്തിയാലല്ല നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. റോമാലേഖനം 8-ാം അധ്യായം അതുകൊണ്ട് പൗലോസ്ലീഹൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി, യേശു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചെന്നും വിശ്വസിക്കുന്നുവോ ആ വിശ്വാസ നിമിത്തം നാം വിശുദ്ധരായി തീർന്നിരിക്കുകയാണ്. മരിച്ച യേശുവിനെ 3-ാം ദിവസം പിതാവാം ദൈവം മരണപാശങ്ങളെ അഴിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുന്നുവോ നാം നീതീകരിക്കപ്പെട്ടവരാണ്. ഈ വചനഭാഗങ്ങളെല്ലാം ഞാൻ വായിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർത്താവ് നേരത്തെ ദൈവവചനത്തിൽ പഴയ നിയമത്തിൻ്റെ താള് അരുളി ചെയ്ത വചനപ്രകാരം താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യോഹന്നാൻ 4:34 തൻ്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ യേശു കർത്താവ് ഇങ്ങനെ തൻ്റെ മുമ്പിൽ നിന്നവരോട് പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യോഹന്നാൻ 10:11 വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. 10-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ഇങ്ങനെ പറയുകയുണ്ടായി, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാൻ അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ മരണം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള മരണമായി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം
വചനം പറയുന്നു, അവൻ മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു. കൊലോസ്യ ലേഖനം 2:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ ത്യാഗമരണമായി, പകരമരണമായി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള മരണം വഹിച്ചത് നാം വിശ്വസിക്കുന്ന മാത്രയിൽ അത് നമ്മിൽ വിശുദ്ധീകരണത്തിനും നീതീകരണത്തിനുമായി ഭവിക്കുകയാണ്. എബ്രായ ലേഖനം 9-11 മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയൊരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്കെല്ലാവർക്കും വേണ്ടി സാധിപ്പിക്കുകയുണ്ടായി. എബ്രായ ലേഖനം 10 അതിൻ്റെ 14 വാക്യത്തിൽ ആമേൻ, ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി പ്രബോധിപ്പിക്കുന്നു. യേശു നമുക്ക് പകരക്കാരനായി മരിക്കുകയുണ്ടായി. ആമേൻ. 9 22 മുതൽ 10-14 വരെയും നാം വായിക്കുമ്പോൾ ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലാകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായതവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ദൈവവചനം നമ്മെ അസന്നിഗ്ധമായി കൃത്യതയോടെ പഠിപ്പിക്കുകയാണ്. ആമേൻ. യേശു നമുക്ക് പകരക്കാരനായി മരിച്ചു. അവൻ്റെ ശരീരമായ തിരശ്ശീല തുറന്ന് ജീവനുള്ളൊരു പുതുവഴി നിത്യതയിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വേണ്ടി തുറക്കുവാൻ കാരണഭൂതനായി തീർന്നു. സഹോദരങ്ങളെ, ഞാൻ വായിച്ച പ്രാരംഭവാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. 19-28 വാക്യം, യോഹന്നാന്റെ സുവിശേഷം യേശുവിൻ്റെ ക്രൂശിലെ മൊഴികളിൽ 6 മൊഴി 30 വാക്യം, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലയായിച്ച് ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 4 വാക്യത്തിൽ യേശു ഐഹിക ജീവകാലഘട്ടത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്ത്, അവൻ്റെ ഇഷ്ടം ചെയ്ത്, അവൻ്റെ പ്രവൃത്തി തികച്ച് ആ മേഖലയിൽ അങ്ങനെ ജീവിക്കുന്നതാണ് ഈ ലോകത്തിലെ എൻ്റെ ആഹാരം. ഈശ്വരൻ്റെ ആത്മീയ ആഹാരത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ പിതാവാം ദൈവം തന്നെ ഏത് ദൗത്യത്തിനായി ഈ ഭൂമിയിലേക്ക് അയച്ചോ പ്രവൃത്തി മുഴുവൻ തികച്ചതിന് ശേഷം ക്രൂശിൽ നമുക്ക് ഏവർക്കും പകരമായി അവൻ യാഗമായി തീർന്നു. നമ്മുടെ പാപം, ശാപം, രോഗം എല്ലാം യേശു ശരീരത്തിൽ വഹിച്ചു. അടിപ്പിണരുകളാലുള്ള സൗഖ്യം വരുത്തി അവസാനമായി നല്ല തൃപ്തിയോടെ, കൃത്യമായി, നല്ല ബോധ്യത്തോടെ പിതാവിനോട് യേശു പറയുകയാണ്, അങ്ങനെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും ഞാൻ നിവൃത്തീകരിച്ചിരിക്കുകയാണ്. സകലവും നിവൃത്തിയായി. ഈ പദങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ എന്താണ് നമുക്കിതിൽ ഉള്ള അനുഗ്രഹം? എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അവൻ യേശു സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വന്താത്മാവിനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ യേശു ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തീകരിക്കപ്പെടുകയായിരുന്നു. യേശു ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ ജോസഫിനോടും മറിയോടും സുവിശേഷങ്ങളുടെ ആരംഭ ഭാഗത്ത് തന്നെ ദൂതനിലൂടെ ഇങ്ങനെ അരുളപ്പാട് ലഭിക്കുകയുണ്ടായി. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ അത്ര മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. അതാണ് ക്രൂശിൽ തൻ്റെ യാഗമരണത്തിലൂടെ യേശു സാധിച്ച പിതാവിൻ്റെ ഒരു പ്രവൃത്തി. ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാൻ, ശാപത്തിൽ രക്ഷിപ്പാൻ യേശു ക്രൂശിൽ
യാഗമരണമായി തീർന്നതുകൊണ്ട് യേശു പറഞ്ഞു സകലവും നിവൃത്തിയായി. 1 യോഹന്നാന്റെ ലേഖനം 3:8 വചനം ഇങ്ങനെ പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തിയിൽ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. യേശു ലോകത്തിലേക്ക് വന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം, പർപ്പസ്, യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ, ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിനത്രേ അവൻ്റെ ഏകജാതനായ പുത്രൻ യേശു ലോകത്തിലേക്ക് വന്നത്. ഗലാത്യ ലേഖനം 3:13 അനുഗ്രഹിക്കപ്പെട്ട വചനം ഇങ്ങനെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുകയുണ്ടായി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിനുള്ള അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളായി നമുക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് നൽകേണ്ടതിനത്ര, നാം പ്രാപിക്കേണ്ടതിനത്ര. യുവമക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഞാൻ ഈ സന്ദേശം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യേശു ക്രൂശിൽ മൊഴിഞ്ഞ 7 മൊഴികളിൽ 6ാമത്തെ മൊഴിയായ യോഹന്നാന്റെ സുവിശേഷം 19:30 സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ പദങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ യേശു ക്രൂശിൽ കൃത്യതയോടെ നിവർത്തീകരിക്കപ്പെടുകയുണ്ട്. എന്താണത്? 1, ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാൻ യേശു ലോകത്തിലേക്ക് വന്ന ദൗത്യം നിർവഹിക്കപ്പെട്ടു. 2, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശുവിൽ പിതാവാം ദൈവം പുത്രനിൽ പരമേൽപ്പിച്ച ദൗത്യം യേശു ക്രൂശിൽ നിർവഹിച്ചു. പാപത്തെ, ശാപത്തെ, പിശാചിൻ്റെ തലയെ തകർത്തു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന സകല കൈയെഴുത്തുകളെയും ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്തിൽ അവൻ മായ്ച്ചു കളഞ്ഞു. ആമേൻ. യോഹന്നാന്റെ ലേഖനം 3:18 പിശാചിൻ്റെ പ്രവൃത്തികളെ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. യേശു ദൈവത്തെ വെളിപ്പെടുത്തി. എന്താ ദൈവത്തിൽ അന്തർലീനമായിട്ടുള്ള യോഗ്യതകൾ? കൊലോസ്യ ലേഖനം 2:9 പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വെളിപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൽ എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടോ, സൗഖ്യമാക്കാനുള്ള ശക്തി, കരുതുവാനുള്ള ശക്തി, നമുക്ക് മാന്യത കൽപ്പിപ്പാൻ, ഉയർത്താൻ, നിറയ്ക്കാൻ, സകലത്തെ ഉളവാക്കാൻ, ഇല്ലാത്തതുള്ളതിനെ പോലെ കൊണ്ടുവരുവാൻ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ, എന്തൊക്കെ ഗുണഗണങ്ങളാണോ ദൈവത്തിലൊരു ഭക്തൻ പ്രതീക്ഷിക്കുന്നത് അത് മുഴുവൻ നിവർത്തീകരിക്കപ്പെടുന്ന ക്രമത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു ലോകത്തിൽ വരികയുണ്ടായി. യേശു ക്രൂശിൽ പറഞ്ഞു സകലവും നിവർത്തീകരിക്കപ്പെട്ടു. ഗലാത്യ 3:13 ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയുണ്ടായി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ യേശു നമ്മെ എങ്ങനെ വിലയ്ക്ക് വാങ്ങി? 1 പത്രോസ് 1:18 വചനം പറയുന്നു, വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ടത്ര. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്ര. എന്തിനു വേണ്ടി? യേശു പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ വിലയേറിയ തങ്കനിണത്താൽ, തങ്കരക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിപ്പാൻ. ന്യായപ്രമാണം എന്തൊക്കെ ശാപമാണോ അനുസരണക്കേടിനാൽ, ലംഘനത്താൽ, ദൈവത്തിൽ അകന്നു പോയതിനാൽ നമ്മുടെ മേൽ എഴുതി വച്ചിരുന്നത്, ന്യായപ്രമാണത്തിൻ്റെ സകല ശാപങ്ങളും, ആമേൻ, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന സകല കൈയെഴുത്തുകളും ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, നമ്മെ അബ്രഹാമിനുള്ള എല്ലാ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കേണ്ടതിന്. എന്താ അബ്രഹാമിനുള്ള അനുഗ്രഹങ്ങൾ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, 23-ാം അധ്യായം തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ 3 ലെവലുകളായി പറയുന്നു. 1, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. 2, ഐശ്വര്യമായി അനുഗ്രഹിച്ചു. 3, അവനെ സകലത്തിലും അനുഗ്രഹിച്ചു, അവനെ എല്ലാറ്റിലും അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങളുടെ ലെവലുകൾ ഒന്നിനു പുറകെ ഒന്നായി ക്രിസ്തുയേശുവിൽ ജാതികളായി നമുക്ക് വരേണ്ടതിന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ആമേൻ പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ വിലയേറിയ യേശു കർത്താവിൻ്റെ രക്തത്തെ നമ്മെ വിലയ്ക്ക് വാങ്ങി
അബ്രഹാമിനുള്ള അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം പകരേണ്ടതിന് തന്നെ. അതിനുവേണ്ടി ദൈവം നമുക്കൊരു അഡ്വാൻസും കൂടെ നൽകി, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം നമുക്കൊരു ആചാരം നൽകി, ദൈവം നമുക്കതിനൊരു ഉറപ്പ് നൽകി. അത് പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളായി നമുക്ക് വരേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് ഉപകാരം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും വസിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ അയക്കും. അതായത് റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവമക്കളെന്ന് ദൈവത്തിൻ്റെ ആത്മാവും എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ 7 മൊഴികളിൽ 6-ാമത്തെ മൊഴിയായി സകലവും നിവൃത്തിയായി. ആ പദങ്ങളിലൂടെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ രക്തത്താൽ, വചനത്താൽ നമ്മെ സ്വതന്ത്രമാക്കുകയാണ്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നാം സാധാരണക്കാരല്ല, നാം വിലയേറിയവരാണ്, നാം ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, അവന് പ്രിയരാണ്, പ്രാധാന്യമുള്ളവരാണ്. ആത്മാവെന്ന ആദ്യ ദാനം നമ്മുടെ അകത്തളത്തിൽ പകരപ്പെട്ടവരാണ്. അത്യന്ത ശക്തിയായ ദൈവത്തെ നിക്ഷേപം വഹിക്കുന്ന മൺകൂടാരങ്ങളാണ്. എന്തിനു വേണ്ടി? സകലവും നിവൃത്തീകരിക്കപ്പെടും. എന്താണ് അതിൽ അന്തർലീനമായിട്ടുള്ളത് നാം പഠിക്കുകയുണ്ടായി. ആമേൻ. ഇന്ന് ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രക്തത്താൽ നമ്മെ കഴുകട്ടെ, രക്തത്താൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, രക്തത്താൽ ശുദ്ധീകരിച്ച് തൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തിയ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ നമ്മെ ധാരാളമായി നിറയ്ക്കട്ടെ. ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവ് പ്രായോഗിക മണ്ഡലത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുന്ന ആളുകളിൽ വെളിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ക്രൂശിൽ മൊഴിഞ്ഞ 7 മൊഴികളിൽ 6-ാമത്തെ മൊഴിയായ സകലവും നിവൃത്തിയായ എന്ന പദം ഞങ്ങൾ പഠിക്കുകയുണ്ടായി. ജനത്തെ പാപങ്ങളിൽ രക്ഷിപ്പാൻ, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ, ദൈവമാരെന്ന് വെളിപ്പെടുത്തുവാൻ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരുവാൻ, പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ ഞങ്ങളെ നിറയ്ക്കാൻ, മുദ്രയിടുവാൻ യേശു ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന സ്ക്രീനിന് മുമ്പിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ രക്തത്താലും യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും സൗഖ്യം പ്രാപിക്കട്ടെ. ചട്ടങ്ങളാൽ വിരോധമായിരിക്കുന്ന എല്ലാ കൈയെഴുത്തുകളും രക്തത്തിൽ മായ്ച്ചു കളഞ്ഞ് ജനത്തെ സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.